ഇടയ്ക്ക് വരാറുള്ള വയറിളക്കം ഒരു സാധാരണ അസുഖമാണ്. അപ്പോൾ നമ്മൾ ഫ്ലൂയിഡ് ലോസ് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി കൂടുതലായിട്ട് വെള്ളം കുടിക്കും, ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കും. അതായത് ബനാന, റൈസ്, കഞ്ഞി, ടോസ്റ്റ് തുടങ്ങിയ ഫുഡുകളാണ് നമ്മൾ സാധാരണമായിട്ട് കഴിക്കുന്നത്. ഈ ഡയറി പ്രൊഡക്ട്സ്, ഹൈ ഫൈബർ ഫുഡ്സ്, സ്പൈസി ഫുഡ്സ് തുടങ്ങിയവ ഒഴിവാക്കും. ചിലപ്പോൾ ഈ വയറിളക്കം അല്ലെങ്കിൽ വയറുവേദന, പനി പലപ്പോഴും സാധാരണ ഫുഡ് പോയ്സൺ ആണെന്ന് കരുതി നമ്മൾ അവഗണിക്കാറുണ്ട്. എന്നാൽ ചിലപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഷിഗല്ല എന്ന ബാക്ടീരിയയുടെ അണുബാധ ഉണ്ടാകാം. ആക്ച്വലി ഷിഗല്ല ഒരു ബാക്ടീരിയയാണ്. ഇത് മനുഷ്യരുടെ കുടലിനെ ബാധിച്ച് ഷിഗല്ലോസിസ് എന്ന രോഗത്തിന് കാരണമാകും. വളരെ ചെറിയ അളവിലുള്ള ബാക്ടീരിയ പോലും രോഗം പകരാൻ മതി. നമ്മൾ മലിനമായിട്ടുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ, മലിനജലം കുടിക്കുമ്പോൾ, കൈകൾ ശരിയായ രീതിയിൽ കഴുകാതിരിക്കുമ്പോൾ, രോഗബാധിതരുമായി അടുത്ത സമ്പർക്കത്തിൽ ഏർപ്പെടുമ്പോൾ ഒരാളിൽ നിന്ന് അല്ലെങ്കിൽ നമുക്ക് രോഗം വരാനായിട്ട് കാരണമാകും. വയറിളക്കം, വയറുവേദന, പനി, ഛർദി, ശരീരക്ഷീണം ഇവയെല്ലാമാണ് രോഗലക്ഷണങ്ങൾ. രോഗാണു ശരീരത്തിൽ പ്രവേശിച്ച് 1 മുതൽ 3 ദിവസത്തിനുള്ളിൽ സിംറ്റംസ് കാണിച്ചു തുടങ്ങും. ചെറിയ കുട്ടികൾ, പ്രതിരോധശേഷി കുറഞ്ഞവർ, സ്കൂളിലും ഡേ കെയറിലും ഉള്ള കുട്ടികൾ രോഗം പിടിപെടാനായിട്ടുള്ള ചാൻസസ് കൂടുതൽ ഇവരിലാണ്. മിക്കവർക്കും വിശ്രമവും ധാരാളമായിട്ട് ഫ്ലൂയിഡും മതിയാകും. എന്നാൽ ഗുരുതരമായിട്ടുള്ള കേസുകളിൽ ഡോക്ടർ ആൻറ്റിബയോട്ടിക് നിർദ്ദേശിക്കാറുണ്ട്. ഇത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഒരു ആൻറ്റിബയോട്ടിക് ചൂസ് ചെയ്യാവൂ. സോപ്പ് ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക, ശുദ്ധജലം മാത്രം കുടിക്കുക, പഴങ്ങളും പച്ചക്കറികളും നന്നായി കഴുകിയതിന് ശേഷം ഉപയോഗിക്കുക. ബാത്റൂം ഉപയോഗിച്ചതിന് ശേഷം കൈ വൃത്തിയായി കഴുകുക. കുട്ടികളെ ഹാൻഡ് വാഷിംഗ് ടെക്നിക്ക് പഠിപ്പിക്കുക. രക്തം കലർന്ന വയറിളക്കം, കടുത്ത ഡീഹൈഡ്രേഷൻ, ഉയർന്ന പനി, തുടർച്ചയായിട്ടുള്ള ഛർദി, ചെറിയ കുട്ടികളിലോ പ്രായമായവരിലോ ഈ ഗുരുതര ലക്ഷണങ്ങൾ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ പോകേണ്ട. ഓർക്കുക, കൈകളുടെ ശുചിത്വവും സുരക്ഷിതമായിട്ടുള്ള ഭക്ഷണവും വെള്ളവുമാണ് ഷിഗല്ലയെ തടയാനായിട്ടുള്ള ഏക മാർഗം.